നമസ്കാരം. എന്തുകൊണ്ടാണ് വടകരയിൽ കെ ശൈലജയെ പോലൊരു സ്ഥാനാർത്ഥിയെ CPM-ന് തിരയേണ്ടി വരുന്നത്? ഓടിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? TP മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നും തിരിച്ചറിയുന്ന ഒരു സമൂഹവും ഒരു ജനതയും വടകരയിലുണ്ട് എന്ന തിരിച്ചറിവാണ് CPM-നെ കൊണ്ട് ഇങ്ങനെ കെ ശൈലജയുടെ പിന്നാമ്പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് TP ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്? കാരണം ഇതാണ്. അവനെക്കുറിച്ച് പറയുമ്പോൾ, ആ സഖാവിനെക്കുറിച്ച് പറയുമ്പോൾ, വീണതല്ലവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിപ്പുണ്ടവൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും TP ചന്ദ്രശേഖരൻ വധക്കേസ് വന്നുകൊണ്ടേയിരിക്കും. ഹൈക്കോടതി വിധി വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിചാരണ കോടതി വിട്ടയച്ച 2 പാർട്ടി നേതാക്കളെ ശിക്ഷിക്കുന്നതും ഒപ്പം തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. TP എന്ന് പറയപ്പെടുന്ന അദൃശ്യ ശക്തിയാകുമ്പോൾ വടകരയിൽ കെ ശൈലജ വല്ലാതെ വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിസ്മൃതിയിൽ ആണ്ടുകിടന്ന TP വധക്കേസ് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുൻപിലേക്ക് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി, ഒരു ചർച്ചയായി മാറുന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന CPM-നെ ഇപ്പോൾ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ശൈലജയെ കളത്തിലിറക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് CPM തീരുമാനിച്ചത്? ആ തീരുമാനം പാർട്ടിക്ക് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. TP വധക്കേസിലുണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി കാരണം. നേരത്തെ മരണമടഞ്ഞ PK കുഞ്ഞനന്ദൻ അടക്കമുള്ള 11 സഖാക്കൾ, 11 പ്രതികളുടെ ശിക്ഷയാണ് കോടതി ശരിവെച്ചത്. അതിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ മോഹൻ ഉണ്ടല്ലോ, കെ മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ടത് മാത്രമാണ് ഹൈക്കോടതി വിധിയിൽ ഒരല്പമെങ്കിലും പാർട്ടിക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെയാണ് വടകര എന്ന ഉറച്ച മണ്ഡലം CPM-ന് കൈമോശം വന്നത് എന്ന് മറന്നു പോകരുത് ഒരു CPM-കാരനും. 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ തവണ K മുരളീധരനും കോൺഗ്രസിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുകോട്ടയായിട്ടുള്ള വടകരയിൽ നിന്ന് വിജയിച്ച് കയറിയത് എന്നുള്ളത് ചരിത്രമാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി, മുതിർന്ന നേതാവായിട്ടുള്ള P ജയരാജൻ, കൂടാതെ സ്പീക്കർ AM ഷംസീർ, ഇവരെയാണ് പരാജയപ്പെടുത്തിയത്. ഇവർ മൂവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP-യുടെ ഭാര്യ KK രമയും വടകരയിൽ നിന്ന് ജയിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ്. TP മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കോടതി വിധിയോടെ TP ചന്ദ്രശേഖരൻ ഒരിക്കൽ കൂടി വടകരയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ അതിൽ നഷ്ടങ്ങളുടെ വിളവെടുപ്പ് മാത്രമാണ് CPM-ന് ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് ബാക്കിയാവുക അത് മാത്രമായിരിക്കും. എന്നാൽ TP വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന പഴയ പല്ലവി പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുവാൻ CPM ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. EP ജയരാജൻ അടക്കമുള്ളവർ അത് പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചത് പാർട്ടിയെ വേട്ടയാടാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് LDF-ന്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ്റെ ഒരു വാദം കൂടി ഉണ്ടായിരുന്നു, ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ ആരും വിശ്വസിക്കില്ല. ശ്രീ EP വിധി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ല അല്ലെന്നും പ്രതികൾക്ക് ഇനിയും അപ്പീൽ പോകുവാൻ അവസരമുണ്ട് എന്നുമാണ് EP ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ പ്രതികരണങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. PK കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോലഹൃദയനാണ് എന്നാണ് EP-യുടെ വാദം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ വെറുതെ വിട്ടത് പാർട്ടിക്ക് പങ്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് EP ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. TP വധക്കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്നത് വടകരയിലെ തന്നെ സിറ്റിംഗ് MP ആയിട്ടുള്ള K മുരളീധരന് വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹമാണ് രക്ഷപ്പെടുന്നത്. കാരണം മുരളീധരൻ വീണ്ടും അവിടെ ജയിച്ചു കയറാം. ഇക്കുറിയും മത്സരിക്കുന്ന മുരളീധരന് വേണ്ടി പൂർവാധികം ശക്തമായി രംഗത്തിറങ്ങുവാനാണ് RMPയുടെ തീരുമാനം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. ഇതോടെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച് വടകര തിരിച്ചു പിടിക്കുവാൻ ഒരുങ്ങുന്ന CPM-ന് TP-യുടെ സ്മരണകൾ, TP ചന്ദ്രശേഖരൻ്റെ സ്മരണകൾ വീണ്ടും ജനമനസ്സുകളിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, കോടതി വിധിയുടെ രൂപത്തിൽ ഉണരുന്നത് കനത്ത പ്രഹരമായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് കനത്ത വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. വിസ്മൃതിയിൽ ആണ്ടുകിടന്ന TP വധക്കേസ് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുൻപിലേക്ക് വീണ്ടും ഒരു ചർച്ചയായി മാറുന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന CPM-നെ ഇപ്പോഴും എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ശൈലജയെ കളത്തിലിറക്കാൻ തീരുമാനിച്ച പാർട്ടിക്ക് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് TP വധക്കേസിലുണ്ടായിട്ടുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണവും വിധിയും. TP വധത്തിന് പിന്നാലെയാണ് വടകര എന്ന ഉറച്ച മണ്ഡലം CPM-ന് കൈമോശം വന്ന് തുടങ്ങിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കഴിഞ്ഞ തവണ K മുരളീധരൻ, ഇവരൊക്കെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്ന് പറയപ്പെടുന്നത്.
ആ വടകരയിൽ നിന്ന് അങ്ങനെ വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടാക്കിയത് RMP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ വളരെ കൃത്യമായ ഇടപെടലായിരുന്നു. പരാജയപ്പെട്ടു പോയത് പി സതീദേവിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പി ജയരാജനും പിന്നെ AM ഷംസീർ അടക്കമുള്ളവരാണ് മുല്ലപ്പള്ളിയോടും ഒപ്പം തന്നെ K മുരളീധരനോടും അന്ന് പരാജയപ്പെട്ടു പോയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ TPയുടെ ഭാര്യയായിട്ടുള്ള KK രമ വടകരയിൽ നിന്ന് ജയിച്ചു കയറിയും TPയുടെ സ്മരണയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒഞ്ചിയത്തെയും വടകരയിലെയും ജനങ്ങൾ ഇന്നും TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തിത്വത്തെ മറന്നിട്ടില്ല. ആ സഖാവിനെ അവർ ഹൃദയത്തിലേറ്റുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയത്തിൽ ഏറ്റുന്ന നേതാവായി മാറുവാൻ കഴിഞ്ഞ TP ചന്ദ്രശേഖരനെ എത്രയൊക്കെ നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയാലും എത്രയൊക്കെ നിങ്ങൾ അവരെ മാറ്റിവെക്കാൻ ശ്രമിച്ചാലും CPM കരഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഹൈക്കോടതിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ആരൊക്കെ എന്തൊക്കെ പ്രതിരോധം തീർത്താലും CPM തീർക്കുന്ന പ്രതിരോധങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. CPMന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് CPM പോകുന്നു. കൊന്നത് CPM തന്നെയെന്ന് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും വിശ്വസിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങൾ വിശ്വസിക്കുകയാണ് കൊല്ലിച്ചത് CPM തന്നെയാണ്, കൊന്നത് CPM തന്നെയാണ്. CPMൻ്റെ നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സഖാക്കളെ, അത് നിങ്ങൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിലും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഭയക്കണം. TP ചന്ദ്രശേഖരനെ ഭയക്കണം. TP ചന്ദ്രശേഖരൻ്റെ RMP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെയും ഭയക്കേണ്ടി വരും. ഇനിയും തീർത്തു തല്ലാനായി നിങ്ങൾ ഇറങ്ങരുത്. ഒരാളെയും കൊലപ്പെടുത്തുവാനായി നിങ്ങൾ തീരുമാനമെടുക്കരുത്. അങ്ങനെ കൊന്നു തള്ളുന്നതിൻ്റെ ഫലം വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് TPയുടെ സ്മരണകൾ വീണ്ടും വീണ്ടും ജനമനസ്സുകളിൽ കോടതി വിധിയുടെ രൂപത്തിൽ ഉണരുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അത് കനത്ത വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. മരിച്ചവൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ആ സഖാവ് മരിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ചിന്ത.